നമുക്കിവിടെ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വാൾ ഇത്രേ ഉള്ളൂ, ഇവിടെ ചെറിയൊരു വാളാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വലിയൊരു ഓപ്പണിംഗ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഈ ഒരു പോർഷനിൽ ഒരു ഐ ബീം ആണുള്ളത്. അപ്പോൾ ഈ ഐ ബീമിന് ഒരു പാർട്ടി ഈ കവർ ഇതൊക്കെ മാറ്റിയിട്ട് ഒരു പാനലിങ് കൊടുത്ത് സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു പീസൊക്കെ അടിച്ച് വെള്ളി ഇതെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ടോപ്പിൽ സീലിംഗ് ആണ്. അപ്പോൾ സീലിങ്ങിലും അതിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അഡീഷണൽ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കട്ടിങ് കിട്ടുന്നുണ്ട്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു ടോട്ടൽ പാനലിങ് കൊടുത്ത് ഈ ഒരു വാൾ കുറച്ച് ഇങ്ങോട്ട് ക്ലോസ് ചെയ്തിട്ട് ഒരു ടി വി കൊണ്ട് സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമുക്ക് ഇനിയിപ്പം വർക്ക് കഴിഞ്ഞിട്ട് കാണാം ബാക്കി കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ലെവലിലാണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഓപ്പൺ ഷെൽഫ് ഇവിടെ ഒരു പോർഷൻ കൊടുത്തു. പിന്നെ ഇവിടെ താഴത്തെ ഒരു 3 ഡോറിൻ്റെ ഒരു ബോക്സ് കൊടുത്ത് സെറ്റ് ചെയ്തു. ഇവിടെ ടി വി വെക്കാനുള്ള പോർഷൻ കൊടുത്തു. ഇതൊരു ഡ്യുവൽ ടോണിലാണ് ചെയ്തേക്കുന്നത്. ഒരു വുഡൻ പാനലിങ്, ഒരു മാർബിൾ ഷെയ്ഡ്, അങ്ങനെ ഒരു ഡ്യുവൽ ടോണിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഒരു പോർഷനിൽ നമ്മളൊരു പാനലിങ് വർക്ക് കൊടുത്തു. ഇവിടെ ഒരു ഐ ബീം ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കവർ ചെയ്യാൻ വേണ്ടി ആ ലെവലിൽ ചെയ്തു. പിന്നെ നമ്മുടെ ഇതിൻ്റെ ബാക്ക് സൈഡ്, ഈ പോർഷൻ്റെ ബാക്ക് സൈഡിൽ വരുമ്പോൾ ഇവിടെ ഒരു ഓപ്പൺ ഷെൽഫും കൂടെ വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ സാധനം ഫുള്ളായിട്ട് ഓപ്പൺ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സൈഡ് ഈ ഒരു ലെവലിൽ, അപ്പുറേ സൈഡ് ഒരു പ്ലെയിൻ പാനലിങ്ങുമായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ വർക്ക് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഈ വർക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വീഡിയോസിനായി നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.